സോറി വിക്രം, എത്താൻ കുറച്ച് ലേറ്റ് ആയി പോയി. എന്തിനാ എന്നോട് സോറി പറയുന്നേ? ഞാൻ വന്നിട്ട് കുറച്ച് നേരം ആയിട്ടുള്ളൂ. എന്തത്? എനിക്ക് വിശപ്പെടുക്കാനായിട്ട് എന്തെങ്കിലും ആഹാരം കൊണ്ടുവന്നാണോ? ബിരിയാണിയാണോ അത് വെറും ചോറാണോ? ബിരിയാണിയോ അല്ല, ചോറും അല്ല. പക്ഷെ ഇതിനകത്തിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിഷാ. അതെയോ? എനിക്ക് ഇഷ്ടമുള്ള എന്തായിരിക്കും? തുറക്കുന്നില്ലോ. എത്ര എളുപ്പത്തിലാണ് നീ തുറന്നത്? എന്താ നോക്ക്. ഇത് ഉണ്ണിയപ്പല്ലേ? എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അതറിഞ്ഞതുകൊണ്ടാ ഞാനിത് ഉണ്ടാക്കിപ്പിച്ച് കൊണ്ടുവന്നത്. കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. വാ, നല്ല രുചിയുണ്ട്. ഉണ്ണിയപ്പത്തിനകത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും. ഇത് കൊള്ളാലോ. ലേറ്റസ്റ്റ് കോമ്പിനേഷൻ. സാധാരണ ആരും ഇങ്ങനെ ഉണ്ടാക്കാറില്ലല്ലോ. ഇതിനകത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടിട്ട്. ഈ ഐഡിയ നിനക്ക് എവിടെ നിന്നാ കിട്ടിയത്? ഇങ്ങനെ ഉണ്ണിയപ്പത്തിന്റെ ഉള്ളില് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇട്ട് സൂപ്പർ ആയിട്ട് ഉണ്ടാക്കുന്നത് എന്റെ അമ്മയുടെ സ്പെഷ്യലാ. എന്റെ അമ്മ എക്സ്പേർട്ടാന്ന് കൂടി പറയാം. എനിക്കും ഇങ്ങനെ ഉണ്ണിയപ്പത്തില് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇടുന്ന ഒരുപാട് ഇഷ്ടം. അന്നൊരു ദിവസം നീ സംസാരിക്കുമ്പോ ഉണ്ണിയപ്പം ഒരുപാട് ഇഷ്ടമാന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ടാ ഇന്ന് എന്റെ അമ്മയോട് പറഞ്ഞ് എന്റെ ഫ്രണ്ടിന് ഇഷ്ടമാണെന്ന് വാശി പിടിച്ച് ഉണ്ടാക്കിപ്പിച്ചത്. സത്യം പറയാലോ, നിന്റെ അമ്മയ്ക്ക് എന്റെ വരാൻ പോകുന്ന അമ്മായിമ്മയ്ക്ക് താങ്ക്സ് പറഞ്ഞേക്ക്. അപാര ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നീയും കഴിക്ക്. നോക്കിക്കൊണ്ടിരിക്കാതെ എടുത്തോ. സ്റ്റാച്ചു. എടോ, സ്റ്റാച്ചു എന്ന് പറഞ്ഞില്ലേ? ശരി, അങ്ങനെയൊന്നും ഇല്ലെന്നില്ല. സൂപ്പർ ആയിട്ടുണ്ട്. ഇതിന്റെ മുത്തശ്ശി ഉണ്ടാക്കിയല്ലേ? അതെ മോനെ. നില ഇത് മോന് ഇഷ്ടാണെന്നും പറഞ്ഞ് വീട്ടിൽ കിടന്ന് വാശി പിടിക്കുമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ രാവിലെ തന്നെ അങ്ങ് ഉണ്ടാക്കി. മോശമാണെങ്കി അതങ്ങ് തുറന്നു പറഞ്ഞേക്കും മോനെ. ഇനി ഞാൻ നന്നായിട്ട് വേറൊരു ദിവസം ഉണ്ടാക്കിക്കൊണ്ടിരാം. അങ്ങനൊന്നുമില്ല, ഇത് സൂപ്പർ ആയിട്ടുണ്ട്. മാത്രമല്ല, ഇതിനകത്ത് അണ്ടിപ്പരിപ്പും മുന്തിരി ചേർത്തില്ലേ, അതാണ് ഇവിടെ സ്പെഷ്യലായിട്ട് തോന്നിയത്. എന്നാ സാധാരണ ഉണ്ണിയപ്പത്തില് ഈ അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്നും ചേർക്കുന്നതല്ലോ. നിങ്ങളത് പെക്കുലറായിട്ടാണ് ഉണ്ടാക്കിയത്. ഞാനും ചോദിക്കട്ടെ? എന്താ മോനെ? മോൻ ചോദിക്കേ. നിങ്ങളുടെ മോളുടെ പേരെന്താ? അയ്യോ, വിജിയുടെ പേരാണല്ലോ ചോദിക്കുന്നത്. എന്താ ഞാനിപ്പോ പറയാ? എന്റെ അമ്മയുടെ പേരാണോ ചോദിച്ചേ? അതെ. എന്റെ അമ്മയുടെ പേര്? എന്റെ മോളുടെ പേര് ലക്ഷ്മി. ലക്ഷ്മി? ഇതെന്താ അമ്മയുടെ പേര് മുഴുവൻ പറയാതെ പകുതി പറഞ്ഞേ? ഓ, നിങ്ങളുടെ മോളുടെ പേര് ലക്ഷ്മി എന്നാണല്ലേ? അതെ മോനെ, വേറെ ലക്ഷ്മിന്ന് മാത്രം. ശരി, ഓക്കെ. അങ്കിൾ എന്തിനാ എന്റെ അമ്മയുടെ പേര് ചോദിച്ചേ? ചുമ്മാ വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചതാ, വേറെ ഒന്നുമില്ല. എന്റെ അമ്മ ഇന്ന് അങ്കിളിനെ കാണണമെന്ന് പറഞ്ഞാ വന്നേ, പക്ഷെ കാണാൻ പറ്റിയില്ല. അങ്ങനെയോ? ഓ, ശരി, അതുകൂടെ മോളെ, നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം. എന്താടാ തുറച്ചു നോക്കുന്നേ?
അച്ഛന്റെ പോക്ക് പൊട്ടും ശരിയല്ല. ഞാൻ ഇവിടെ നിൽക്കുന്ന പോലെ അച്ഛന് ഓർമ്മയില്ല. അവൾ തന്ന ഉണ്ണിയപ്പം വാങ്ങി കഴിച്ചിട്ട് അവളുടെ അമ്മയുടെ പേരും നാളുമൊക്കെ ചോദിക്കുന്നത്. ഇതൊന്നും ഒട്ടും ശരിയല്ല അച്ഛാ. അച്ഛനെ ഞാൻ പിന്നെ കണ്ടോളാം. ഡാ, എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? നില നല്ല മോളല്ലേ, നിന്റെ ഫ്രണ്ടല്ലേ. ഒരു ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്. ദാ, നീ ഒരെണ്ണെടുത്ത് കഴിക്ക്. എനിക്കൊന്നും വേണ്ട, അതാ വേസ്റ്റിലോട്ട് എങ്ങാനും ഇട്ടേക്ക്. നില, ഉണ്ണിയപ്പത്തിന് വളരെ വളരെ നന്ദി. താങ്ക്സ് എനിക്കല്ല പറയണ്ട അങ്കിൾ. എന്റെ മുത്തശ്ശി അത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത്. അങ്കിള് വേണമെങ്കിൽ മുത്തശ്ശിയോട് പറഞ്ഞോ. വളരെ നന്ദി മോളെ. നന്ദിയൊക്കെ എന്തിനാ മോനെ, ഇതെന്റെ കടമയല്ലേ. നില, നിന്റെ ഈ ചിരിയുണ്ടല്ലോ, കവിത പോലെ ഉണ്ട്. എപ്പോഴും നീ ഇതുപോലെ ചിരിച്ച് സന്തോഷമായിട്ട് കഴിയണം. എന്താണെന്നറിയില്ല, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ക്യൂട്ടായിട്ട് സംസാരിക്കുന്നത്, ക്യൂട്ടായിട്ട് ചിരിക്കുന്നത്. എനിക്ക് എങ്ങനെയാണോ നിന്നെ ഇഷ്ടപ്പെട്ടത് അതേപോലെ തന്നെ കവിനും നിന്നെ ഇഷ്ടപ്പെടും. ശരിയല്ലേ? നല്ല ഫ്രണ്ട്സായിട്ട് ഹാപ്പിയോട് ഒരുമയായിട്ട് ഇരിക്കണം. ഓക്കേ അങ്കിൾ. മോനെ, നിനക്ക് നിലയെ ഇഷ്ടായ പോലെ വിജിക്കും എത്രയും പെട്ടെന്ന് കവിനെ ഇഷ്ടപ്പെടാനുള്ള കാര്യം ഞാൻ ചെയ്തിരിക്കും. ശരി മോളെ, ക്ലാസ്സിന് സമയമല്ലേ, ചെന്ന് കയറും. ബൈ അങ്കിൾ. ബൈ മുത്തശ്ശി. ബൈ ചക്കരെ. പോയി കയറാം. പോ. ബൈ കവിൻ. അച്ഛനും മോളും എന്നും ഇതേ സ്നേഹത്തോടെ കഴിയും. എത്രയും പെട്ടെന്ന് വിക്രം ആ അച്ഛൻ എന്ന് നിലമോൾ അറിയും വേണം. അതുപോലെ നിലയാണ് തന്റെ മോളെന്ന് വിക്രമും അറിയും വേണം. ഈശ്വര, ഇതെല്ലാം ഭംഗിയായിട്ട് നടത്തി തരണേ. എന്താ അമ്മ ആലോചിക്കുന്നേ? ആ, ഒന്നുമില്ല മോനെ. എന്നാ പിന്നെ ഞാൻ പോയിക്കോട്ടെ. ആ ശരി, എന്നാ മോൻ പോക്കോ, പിന്നെ കാണാം. ശരി എന്നാ. ദാ, എന്താ ഇത് കഴിക്കും മോനെ? എനിക്ക് ആവശ്യം ഞാൻ കഴിച്ചു. ദാ